ഹേ ഗായ്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കൊണ്ടുവന്നേക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഓഫ് റോഡ് ഗെയിമാണ്. ലോ MB ആണ്, ഏത് ഡിവൈസിലും കളിക്കാം. പക്ഷേ ഗ്രാഫിക്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അന്യായ ഗ്രാഫിക്സ് കാര്യങ്ങളെല്ലാം ഈ ഒരു ഗെയിമിന് അവർ കൊടുത്തേക്കുന്നത്. ഇത് എന്താ, ഇതിനൊരു പ്രശ്നമുണ്ട്, അത് ഞാൻ ഈ വീഡിയോയിൽ പറയാം. പിന്നെ ഗെയിമിൻ്റെ ലിങ്കോ കാര്യങ്ങളോ ഒന്നും തന്നെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കില്ല. ജസ്റ്റ് വീഡിയോയുടെ ഇടയ്ക്ക് പറയാം ഏതാണ് ഗെയിമെന്ന്. നിങ്ങൾക്ക് പ്ലേ സ്റ്റോറിൽ നിന്ന് തന്നെ ജസ്റ്റ് സെർച്ച് ചെയ്താൽ കിട്ടുന്നൊരു ഗെയിമാണ്. പക്ഷേ ഇതിൻ്റെ സൈസ് കിട്ടുകഴിഞ്ഞാൽ ഉറപ്പായിട്ടും നിങ്ങൾ ഞെട്ടുന്നതായിരിക്കും. അത് അറ്റ്ലീസ്റ്റ് 1 GB റാമുള്ള ഫോണിൽ പോലും സ്മൂത്തായിട്ട് ഗ്രാഫിക്സ് റണ്ണാവും. ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്. വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഓൾറെഡി മീഡിയം ക്വാളിറ്റിയിലാണ് എല്ലാ ഗെയിംസും എടുക്കുന്നത് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. ഇതും ആ ഒരു മീഡിയം ക്വാളിറ്റിയാണ്. അപ്പോൾ ഹൈ ക്വാളിറ്റി ഗ്രാഫിക്സ് ഇട്ട് കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കും എന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. കാര്യം, ഈ ഗെയിമിനെ കുറിച്ച് പറയാനൊന്നുമില്ല, അത്യാവശ്യം അന്യായ ഗെയിം തന്നെയാണ്, ഒരു ഓഫ് റോഡ് ഗെയിമാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. ഗൈസ്, ഈ ഒരു ഗെയിം വന്നിട്ട് സൈസ് എന്ന് വെച്ചാൽ വെറും 167 MB മാത്രമേ വരുന്നുള്ളൂ. പക്ഷേ ഗ്രാഫിക്സ് നല്ല ഗ്രാഫിക്സാണ്. പക്ഷേ നിങ്ങൾ തീർച്ചയായിട്ടും എക്സ്പീരിയൻസ് ചെയ്ത് നോക്കേണ്ട ഒരു ഗെയിമാണ്, ഓഫ് റോഡ് ഗെയിമാണ്. മെയിനായിട്ട് പറയുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വലിയ ഒന്നുമില്ല. ഇതിനകത്തൊരു സ്റ്റാർട്ടർ ബട്ടൺ ഉണ്ട്, കളിക്കുക. ഒരു സ്റ്റാർട്ടർ ബട്ടൺ വേറൊരു ലാംഗ്വേജ് ആണ്, അതുകൊണ്ട് തന്നെ പ്ലേ സ്റ്റോറിൽ അവൈലബിൾ ആണ്. പക്ഷേ ഒരു സ്റ്റാർട്ടർ ബട്ടൺ പിന്നെ ഒരു ക്വിറ്റ് ബട്ടൺ, ഇത്ര മാത്രമേ ഉള്ളൂ ഈ ഒരു ഗെയിമിൽ. പക്ഷേ ഇതിനകത്തേക്ക് നമ്മൾ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല രീതിക്ക് ഗ്രാഫിക്സും പിന്നെ ഡേഞ്ചറസ് ആയിട്ടുള്ളൊരു വഴിയും കാര്യങ്ങളും എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്താ കാര്യമൊന്നും അറിയില്ല. പക്ഷേ ഇത് ഇത്രയും ലോ MBയിൽ ഇത്രയും ഹൈ ഗ്രാഫിക്സ് ഗെയിം ഞാൻ കണ്ടിട്ടില്ല. ഇതിൻ്റെ ഗ്രാഫിക്സ് എന്ന് പറഞ്ഞാൽ ഒരു അന്യായമായിട്ടുള്ള ഗ്രാഫിക്സാണ്. പിന്നെ നിങ്ങൾക്ക് മെയിനായിട്ട് പറയേണ്ട കാര്യം എന്ന് വെച്ചാൽ ഈ ഒരു ഗെയിമിന് 50,000 ഡൗൺലോഡ്സ് ഉണ്ട്, 100 എത്രയോ റിവ്യൂസും ഉണ്ട്, 180 അടുപ്പിച്ച് റിവ്യൂസും ഉണ്ട്. ഇതിൻ്റെ റേറ്റിംഗ് എന്ന് വെച്ചാൽ വെറും 2.5 മാത്രമേ ഉള്ളൂ റേറ്റിംഗ് വന്നിട്ട്. അതിൻ്റെ കാര്യം എന്താണെന്ന് ഞാൻ പറഞ്ഞു തരാം. കാര്യം വേറൊന്നുമല്ല, ഈ ഒരു ഗെയിം ഒരു ലെവൽ കഴിയുമ്പോൾ നമ്മൾ ഈ ഒരു മാപ്പ്, ഇതിപ്പോൾ ഒരു ജീപ്പാണ്, ഈ ഒരു മാപ്പ് കഴിയുമ്പോൾ നമുക്കൊരു ബസ്സിൻ്റെ മാപ്പിലേക്കാണ് പോകുന്നത്, ബസ്സിൻ്റെ ഒരു ലെവലിലേക്ക്. പക്ഷേ ആ ഒരു ലെവലിൽ ഒരു നിശ്ചിത ദൂരം എത്തുമ്പോഴത്തേക്കും ഈ ഒരു വണ്ടിക്ക് പിന്നെ അങ്ങോട്ടോ ഇങ്ങോട്ടോ ഓട്ടിക്കാനായിട്ട് പറ്റത്തില്ല. അവിടെ ഒരു സ്ഥലത്ത് സ്ട്രക്കായി നിൽക്കും. അതിനുശേഷം പിന്നെ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല, അതിനപ്പുറത്തേക്ക് പോകാൻ പറ്റില്ല, അടുത്ത ലെവൽ എന്താണെന്ന് പോലും നോക്കാനായിട്ട് പറ്റില്ല. പക്ഷേ ഗെയിം ഒരു അന്യായ ഗെയിം തന്നെയാണ്. പക്ഷേ ഇതിനകത്ത് ഞാൻ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാനിപ്പോൾ ഒരു വേറൊരു വീഡിയോ കണ്ടായിരുന്നു ഇതിനെക്കുറിച്ച് ചെയ്താൽ. അതിനകത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ രണ്ടാമത്തെ ലെവലിൽ സ്റ്റക്കാവും എന്ന ഗെയിം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഞാൻ പറയുന്നത് അങ്ങനെയല്ല. ഇതിനകത്തെന്ന് വെച്ചാൽ നമുക്ക് നേരെ പോയാൽ ഇപ്പോൾ ഇത് നേരെ പോയി കഴിഞ്ഞാൽ നമുക്ക് ഈ ബസ് കിട്ടുന്ന ലെവലിലെത്തും. എന്ന് വെച്ചാൽ ഒരു മാപ്പിൻ്റെ ഒരു സ്ഥലം എത്തിക്കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ബസ് കിട്ടുന്ന ലെവലിലെത്തും. അതുപോലെ തന്നെ നമ്മൾ ഇതിനകത്ത് കുറേ വഴികളുണ്ട്, മുകളിലോട്ടും താഴോട്ടും ഒക്കെ കുറേ ഡേഞ്ചറസ് ആയിട്ടുള്ള വഴികളുണ്ട്. ആ വഴിയെ പോയി കഴിഞ്ഞാൽ ഈ ഗെയിം കുറേ ഉണ്ട്, മീൻസ് കുറേ റൺ ചെയ്യാനുള്ള ഗെയിമാണ്. പക്ഷേ എനിക്ക് തോന്നുന്നത് ഇവർ ഉദ്ദേശിക്കുന്നത് ഈ ഒരു ഓഫ് റോഡ് മാപ്പ്, അവരുടെ മാപ്പ് ഫുള്ള് ജസ്റ്റ് ഒന്ന് ഈ ഒരു ഓഫ് റോഡ് ജീപ്പ് കൊണ്ടിട്ട് ജസ്റ്റ് ഒന്ന് എക്സ്പ്ലോർ ചെയ്യുക, ഇത്ര മാത്രമേ ഈ ഒരു ഗെയിമിനകത്ത് അവർ വിചാരിക്കുന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. അല്ലാതെ ലെവൽ കാര്യങ്ങളൊന്നും അവർ നോക്കുന്നില്ല. പിന്നെ എക്സ്പ്ലോർ ചെയ്ത് ആ ഒരു മാപ്പ് തീർന്നു കഴിഞ്ഞാൽ ഒരു ബസ്സിൻ്റെ ഒരു മാപ്പ് കുറച്ച് ഒട്ടിക്കാൻ തരുന്നുണ്ട്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഗെയിമില്ല, അത്രയേ ഉള്ളൂ ഗെയിം. ഏകദേശം എന്ന് വെച്ചാൽ ഒരു 5 മണിക്കൂർ അകത്ത് കളിച്ച് തീർക്കാനേ ഉള്ളൂ. പിന്നെ എന്ന് വെച്ചാൽ ഭയങ്കര ടാസ്ക്കാണ് ഈ ഒരു ഗെയിം എന്ന് പറഞ്ഞാൽ. ഈ ബസ്സിൻ്റെ ഈ ബ്ലോക്ക് എത്തുന്നിടത്ത് പോലും നമുക്ക് എത്താൻ പറ്റത്തില്ല, അത്രയ്ക്ക് ടാസ്ക് ആയിട്ടുള്ളൊരു ഗെയിമുമാണ്. ഈ ഒരു ഗെയിമിൻ്റെ പേര് വന്നിട്ട് ഹോണോ ട്രക്ക് എന്നാണ്. നമുക്ക് പ്ലേ സ്റ്റോർ സെർച്ച് ചെയ്താൽ വരും, ഞാൻ സൈഡിൽ കാണിച്ചിട്ടുണ്ട്, ജസ്റ്റ് നിങ്ങൾ നോക്കിയാൽ ഹോണോ ട്രക്ക് എന്നാണ്. അപ്പോൾ ഗ്രാഫിക്സ് ഓക്കെയാണ്, നിങ്ങൾ മസ്റ്റ് ട്രൈ ആണ്. അറ്റ്ലീസ്റ്റ് ഒരു 2 to 5 മണിക്കൂറിനകത്ത് ഗെയിം കളിച്ച് തീർക്കാൻ പറ്റും. ഫുള്ള് ഗെയിം തീരും. 167 MB ഉള്ളൂ. പക്ഷെ മസ്റ്റ് ട്രൈ ചെയ്ത് നോക്കുക. ഗ്രാഫിക്സും കാര്യങ്ങളും പിന്നെ ആ ഒരു മൂവ്മെൻറ്റും കാര്യങ്ങളും എല്ലാം അത്യാവശ്യം നല്ലൊരു രീതിയിൽ. ഇതുവരെ ഞാൻ ഇങ്ങനെ ഒരു ഓഫ് റോഡ് ഗെയിമിൻ്റെ ഈ ഒരു ഗ്രാഫിക്സിനെ കണ്ടിട്ടില്ല, അത് ഈ ലോ MBയിൽ ഇങ്ങനൊരു ഗ്രാഫിക്സിനെ കണ്ടിട്ടില്ല. അപ്പോൾ മസ്റ്റായിട്ട് നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാമെന്ന് മാത്രമേ പറയുന്നുള്ളൂ. ഈ ഒരു 2 ലെവലായിട്ട് നമുക്ക് പറയാൻ പറ്റില്ല, ഈ ഇത്രയേ ഉള്ളൂ, ഒരു 2 to 5 മണിക്കൂറേ ഉള്ളൂ ഗെയിം പ്ലേ. തുടർച്ചയായിട്ട് കളിച്ച് കഴിഞ്ഞാൽ തീരും. ഞാനിതുവരെ ഇതിൻ്റെ ഒരു എൻഡിങ് എടുത്തിട്ടില്ല. മെയിനായിട്ട് ഞാൻ പറഞ്ഞാൽ ഞാൻ ഇങ്ങനെ എടുത്തിട്ട് നിങ്ങൾക്ക് റിവ്യൂ പറയും, ഒരു ഗെയിമിനെ കുറിച്ച് നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തന്നിട്ടും അത്രയേ ഉള്ളൂ. ഞാൻ മെയിൻലി ഈ ഒരു ഗെയിംസ് അധികമായിട്ട് കളിച്ച് നോക്കാറില്ല. ഇപ്പം നമ്മൾ ഓരോരോ ഗെയിമുകൾ ഇങ്ങനെ മാറി മാറി എടുത്തിട്ട് റിവ്യൂ ചെയ്യുന്നതുകൊണ്ട് തന്നെ നമുക്ക് പറ്റത്തില്ല. അപ്പോൾ ഇതിന് മുമ്പായിട്ട് ഞാൻ നിങ്ങൾക്ക് GTA കണക്കത്തെ കുറച്ച് ഗെയിംസുകൾ പരിചയപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടിട്ട് ഭയങ്കര നമ്മുടെ ഫ്രീ ഫയറിൻ്റെ ഡെവലപ്പേഴ്സായിട്ടുള്ള ഗെറീന ഇറക്കിയ ഒരു ഗെയിമിനെ കുറിച്ചിട്ടുള്ള വീഡിയോ ഞാൻ മുമ്പ് ചെയ്തിട്ടുണ്ട്, അത് നിങ്ങളൊന്ന് കണ്ടു നോക്കുക. അതോടൊപ്പം തന്നെ നമ്മൾ ഇതിനു മുമ്പ് തന്നെ നമുക്ക് GTA RP കളിക്കാനായിട്ട് മലയാളം സർവേഴ്സിൻ്റെ കുറച്ച് വീഡിയോസ് ചെയ്തിട്ടുണ്ട്, അതൊക്കെ ഒന്ന് ചെക്കൗട്ട് ചെയ്ത് നോക്കുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇനി ഞാനൊരു വേറൊരു റയറായിട്ടുള്ള ഒരു നല്ല രീതിയിലൊരു പ്രീമിയം, അതായത് ഒരു
60 രൂപ വരുന്നൊരു ഗെയിമിൻ്റെ ഒരു റിവ്യൂവും അതിൻ്റെ ഒരു APK നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ഡൗൺലോഡ് ചെയ്യാനുള്ളൊരു APK അടുത്ത വീഡിയോ അതാക്കാമെന്നാണ് വിചാരിച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്കത് വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഓഫ് റോഡെന്ന് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ഇട്ടേക്കുക. അതുപോലെ തന്നെ നിങ്ങൾ തീർച്ചയായിട്ടും വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്കണം. ഞാൻ ഇതുപോലത്തെ കിടിലും ഗെയിമുകളായിരിക്കും കൊണ്ടുവരിക. നിങ്ങൾ വീഡിയോ ജസ്റ്റ് ലൈക്ക് ചെയ്താൽ മാത്രമേ നമ്മുടെ വീഡിയോ കൂടുതൽ ആളുകളിലേക്ക് എത്തത്തുള്ളൂ. എന്നാൽ മാത്രമേ എനിക്ക് അടുത്ത നല്ല വീഡിയോസ് ചെയ്യാനായിട്ടുള്ള സപ്പോർട്ട് കിട്ടത്തുള്ളൂ. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്ത് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്കുക. മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ ഗൈസ്.